ചാലിശ്ശേരി പഞ്ചായത്ത് ഹരിതപാടശേഖരത്തും മഴ നനഞ്ഞ് 30 ടൺ നെല്ല് കെട്ടിക്കിടക്കുന്നത് കണ്ണീരാകുന്നു. ടോക്കൺ കിട്ടി 3 ആഴ്ചയായിട്ടും സംഭരണം വൈകുന്നതായി പരാതി. അധികൃതർ വേഗത്തിൽ നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിതപാടശേഖരത്തിലെ കർഷകരുടെ കഠിനാധ്വാനമാണ് മഴയിൽ കണ്ണീരാകുന്നത്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് ഇതുവരെ സംഭരണത്തിനായി കൊണ്ടുപോകാത്തതിനെ തുടർന്ന് ഏകദേശം 30 ടൺ നെല്ലാണ് ബുധനാഴ്ച പുലർച്ചെ പെയ്ത 3ാമത്തെ മഴയിലും വേദനയായത്. 500-ലധികം ചാക്ക് നെല്ല് പാടത്ത് തന്നെ ടാർപ്പായിട്ട് സംരക്ഷിക്കുകയാണ്. ഓരോ മഴ പെയ്യുമ്പോഴും നെല്ല് ഉണക്കാനും സംരക്ഷിക്കാനുമായി കർഷകർക്ക് ആയിരങ്ങൾ കൂലിയായി ചെലവാക്കേണ്ടി വരികയാണ്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ല ഉൾപ്പെടുന്ന കർഷകർക്കാണ് ഈ തീരാ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. മഴ തുടരുമെന്ന ആശങ്കയും സംഭരണത്തിലെ താമസവും കർഷകരെ വലിയ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. 6 മാസം പാടത്ത് കർഷകർ ചേർന്ന് അധ്വാനിച്ച് വിളയിച്ച മികച്ച നെല്ലാണ് പാടത്ത് തന്നെ കിടക്കുന്നതെന്ന് കർഷകരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. നെല്ല് പാടത്ത് കിടന്ന് നശിക്കുമോ എന്ന ഭയം ദിവസേന വർദ്ധിക്കുകയാണെന്ന് കർഷകരായ മുഹമ്മദ് സുലൈമാൻ, മാമ്പുള്ളി കുഞ്ഞുമോൻ എന്നിവർ പറഞ്ഞു. ബുധനാഴ്ച പുലർച്ചെ ശക്തമായ കാറ്റിലും മഴയിലും ഇരുവരും ഉറക്കം കളഞ്ഞ് പാടത്ത് കാവൽ നിൽക്കുകയായിരുന്നു കർഷകർ പറഞ്ഞു. ഇതിനിടെ പെരുമണ്ണൂരിൽ കഴിഞ്ഞ ദിവസം സമാന സാഹചര്യത്തിൽ നെല്ല് പാടത്ത് കിടക്കുന്നത് വാർത്തയായതിനെ തുടർന്ന് മില്ല് അധികൃതർ പരിശോധനയ്ക്കെത്തിയിരുന്നു. എന്നിരുന്നാലും സംഭരണം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. 2 പാടശേഖര സമിതികളിലെ പാടത്ത് കിടക്കുന്ന നെല്ല് സംഭരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അതേസമയം അടുത്ത ദിവസങ്ങളിൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ പ്രവചനം കർഷകരെ ആശങ്കയിരട്ടിയാക്കുന്നു. തുക തന്നില്ലെങ്കിലും നെല്ലെങ്കിലും കൊണ്ടുപോകുമെന്ന വേദനയാണ് ഹരിതപാടശേഖരം പ്രസിഡന്റ് ഇ മുഹമ്മദ് ഹനീഫ പങ്കുവച്ചു. 3 പായിട്ടിട്ട് അതിന്റെ മുകളിൽ 2 പായ ഒരു നെല്ല് കിടക്കുമ്പോൾ 5 പായ ഒരു അട്ടയിൽ കിടക്കുന്നത്. ഏറ്റവും പുലർച്ചെ 4 മണി പറഞ്ഞ പോലെ ഇവിടെ വന്ന് നോക്കി ഞങ്ങള്. കാരണം ഞങ്ങൾ മഴ പെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ 2 മണിക്ക് പാടത്ത്. ഇതിപ്പോ ഞങ്ങൾ അധ്വാനിച്ചാലേ ഇതിപ്പോ ഞങ്ങളുടെ പിന്നെ എനർജി ഉപയോഗിച്ചിട്ട് ഞങ്ങളുടെ ആരോഗ്യം ഉപയോഗിച്ചിട്ട് ഇതാക്കും ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് പൈസ കിട്ടും. പക്ഷേ ഇതിപ്പോൾ കൃഷിക്കാരത്ത് കൃഷി ചെയ്താലേ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ പിന്നെ റേഷൻ കടയിൽ പോയാലും ഭക്ഷണം പിന്നെ അരി ആൾക്കാർ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിന് അധ്വാനിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഈ സാധനങ്ങൾ ഇവിടുന്ന് നമ്മൾ സമയത്ത് കൊണ്ടുപോവുക അത് ചെയ്യുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. വന്ന് നോക്കുക. വളത്തിനാണെങ്കിൽ അടിക്കടി വില കൂടിയിരിക്കുന്നു. വളം കിട്ടാനില്ല. അതൊക്കെ വില കൂടിയ വളങ്ങൾ. അതുപോലെ നമ്മളിപ്പോൾ കിട്ടപ്പോൾ വൈക്കോലൊക്കെ ആണെങ്കിൽ അതിന് വാങ്ങാൻ ആളില്ല. ഡിമാൻഡില്ല. വൈക്കോലിനൊക്കെ പറഞ്ഞ കാശിന് കൊടുക്കുക. കാരണം ഇവിടെ ഇട്ടിട്ടെങ്കിൽ നാശമായി പോകും. മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കോലൊന്നും പറ്റില്ല. അത് അങ്ങനെ കൊടുത്തു വിട്ടു. അപ്പോൾ മൊത്തത്തിൽ ഇതൊരു ലാഭമുള്ള ഇടപാടല്ല. പക്ഷേ ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന അത് നിർത്തണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് നിർത്തുന്നത്. ടാർപ്പായില്ലാതെ കാരണം വൈക്കോല് കണ്ടവാണ് വൈക്കോല് തന്നെ. ഈ ടാർപ്പായ ഒഴിവായിട്ട് വേണം വൈക്കോലും പെടാൻ. കൊണ്ടുപോകാനൊന്നും ഒന്നും പറഞ്ഞില്ല. ഇപ്പം 3ാമത്തെ മഴയാണ് ഇപ്പോൾ ഇത്. 3ാമത്തെ മഴ. ഇന്നലത്തെ മഴയ്ക്കും ഞങ്ങളിപ്പോൾ ഇന്നലെ ഫുള്ള് ഉറങ്ങിയിട്ടില്ല. കാരണം ഇത്രയും നെല്ലിവിടെ കിടക്കുകയാണ്. 6 മാസത്തെ അധ്വാനം ഞങ്ങൾക്ക്. കാറ്റും മഴയും കാര്യം ഒരു പിന്നെ കൂട്ടുകൂലിയോ മറ്റു കാര്യങ്ങളോ ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല. ഇത് വേറ്റി കൊണ്ടായിട്ട് 6 മാസം കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. എന്നാലും വേണ്ടില്ല. ഞങ്ങൾ ഈ അധ്വാനിച്ചിട്ടുള്ളത് പിന്നെ ഈ മുതൽ കിട്ടുന്ന നാശമാകുമ്പോൾ ഞങ്ങൾക്ക് അത് അത്രയും വേദനയുള്ള കാര്യങ്ങളാണ്. ഇത് ബന്ധപ്പെട്ട ആൾക്കാർ വന്നിട്ട് നോക്കാനോ അതിനൊന്നുമില്ല. വെറും ടോക്കൺ തന്നുകൊണ്ട് കാര്യമായിട്ടില്ലോ. അത് കൈവടിച്ച് കാര്യമില്ല. മില്ലേർ പോകുന്നില്ല. അവർക്ക് പിന്നെ വരാമെന്ന് പറഞ്ഞില്ലാതെ ഈ വഴിക്ക് വന്നിട്ടില്ല. ഒന്നിച്ചില്ല മാസം കഴിഞ്ഞു ഈ നെല്ലിലൂടെ പാടത്ത് കിടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിതിപ്പോൾ ഇവിടുന്ന് പിന്നെ ലോഡ് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അവിടെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ 500 ചാക്ക് മൊത്തത്തിൽ കിടക്കുന്നുണ്ട്. എല്ലാത്തും കൂടിയിട്ട് ഈ ഹരിത പാടശേഖരത്തില്ല. യാതൊരു ഉത്തരവാദിത്തങ്ങളില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ട ബന്ധപ്പെട്ട അധികാരികൾ സ്റ്റോക്ക് കിടക്കുന്നത്. ബാക്കിയുള്ള പാടശേഖരമൊക്കെ പോയി. സെക്രട്ടറിയാ മുഹമ്മദ് ഹനീഫ. ഇതൊരു മാസം കഴിഞ്ഞ് ഈ നെല്ല് കൊയ്തിട്ട് 3 ആഴ്ച കഴിഞ്ഞ് ടോക്കൺ കിട്ടിയിട്ട് ഇതുവരെ മില്ലേർ വന്നിട്ട് ഈ സാധനം ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല. ഈ സാധനം മഴയത്ത് ഈ സാധനം കിടക്കുന്നു. ഇത് മാത്രമല്ല 500ഓളം ചാക്ക് ഈ പാടത്ത് കിടക്കുന്നുണ്ട്. ഈ പാടത്ത് മാത്രമായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഒന്നിലേക്ക് ഇത് കൊണ്ടുപോകും. ഇവിടുന്ന് കാശ് കിട്ടിയില്ലെങ്കിൽ വേണ്ട. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയി കിടക്കുന്നത്. എന്താണ് ഇപ്പം തന്നെ കൃഷിക്കാർ കണ്ട കളം പേടിച്ചതൊക്കെയാണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ള നെല്ലാണ് ഈ കിടക്കുന്നത്. അതെന്ത് ഇപ്പം ഈ നേരത്തെ പാടത്ത് കിടന്നിട്ട് മഴയത്ത് കിടന്ന് നശിപ്പിച്ച് പോകാന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വ്യവസ്ഥ എന്തെങ്കിലും സർക്കാർ ചെയ്യുക. നടപടികളൊന്നും